ചീഫ് ജഡ്ജ് മെയിൻ റൂമിൽ എത്തിയിട്ടുണ്ട്. മെയിൻ റൂമിൽ നമുക്ക് തുടരാം. ടോസ്റ്റ് മാസ്റ്റർ മിഥുൻ, സിജയുടെ അനുവാദത്തോടുകൂടി. സിജെ, നമുക്ക് ആരംഭിക്കാമല്ലോ. അതെ, നമുക്കിപ്പം മത്സരം വിഷയം തിരഞ്ഞെടുക്കാം. ഷാനിദ് ടി, നിങ്ങളുടെ ദൃശ്യശ്രവ്യ മാധ്യമ പരിശോധനയ്ക്കായി ഞാൻ പറയുന്നത് ആവർത്തിക്കുക. ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. നന്ദി. എനിക്ക് നിങ്ങളെ കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ ടൈമർ 1 നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ടൈമർ 1 ഉം 2 എൻ്റെ സ്ക്രീനിന് വലതുവശത്തുണ്ട്. ഓക്കെ. എൻ്റെ കയ്യിൽ 3 കവറുകളുണ്ട്. 1, 2, 3. ഇതിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കുക. നമ്പർ 1. ഷാനിദ് ടി, വിഷയം: നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. വിഷയം: നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. ഷാനിദ് ടി, താങ്കളിലേക്ക്. നിങ്ങളുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരമായി മാറും. ഇത് പൂർണ്ണമായൊരു വിശ്വ ദർശനത്തെ കാണിക്കുന്ന വിഷയമാണ്. 2018 മധ്യവേനലവധിക്കാലം ഞാൻ ഗോപുവിന്റെ സഹോദരിയുടെ കല്യാണത്തിന് വേണ്ടി പോയതായിരുന്നു. അവിടെ കല്യാണം കൂടാൻ വേണ്ടി പോയപ്പോൾ മുഹൂർത്തത്തിനോടനുബന്ധിച്ച് ഒരു റൂമിൽ നിന്നും ഉച്ചത്തിൽ നിലവിളി കേട്ടു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ആരും ആ കതവ് തുറക്കുന്നില്ല. ഒരു കുഞ്ഞ് വല്ലാതെ ഉച്ചത്തിൽ കരയുന്നു. പലരോടും ചോദിച്ചപ്പോൾ ആരും ഉത്തരം തന്നില്ല. കുറച്ച് കഴിഞ്ഞ് എന്നോടൊരാൾ പറഞ്ഞു, അവരുടെ ഒരു ബന്ധുവിന്റെ ബുദ്ധിമാന്ദ്യം സംഭവിച്ചൊരു കുഞ്ഞാണ്. അവനെ കല്യാണ പന്തലിലേക്ക് ഇറക്കി വിട്ടാൽ എല്ലാവരെയും ആക്രമിക്കുകയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് കല്യാണം കഴിയുന്നവരെ അവനെ ആ മുറിയിലേക്ക് അടച്ചതാണെന്ന്. വല്ലാത്ത പ്രയാസം തോന്നി, മനസ്സിന് വല്ലാത്ത വിഷമം തോന്നി. കല്യാണം കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് ഗോപുവിനെ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പോയി. പാവം ഒരു സ്ത്രീ, ആ കുഞ്ഞ് ബുദ്ധിമാന്ദ്യം സംഭവിച്ച് ഈ സ്ത്രീയെ വല്ലാതെ ആക്രമിക്കുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ ആ സ്ത്രീക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവൻ ജീവിതത്തിൽ ഒരിക്കലും സങ്കടപ്പെടില്ല, കുറച്ച് കാലം കൂടി നിങ്ങൾ കാത്തിരിക്കുക എന്നുള്ളത്. 2020 ഞാനും എൻ്റെ കൂട്ടുകാരും ഒരു സംഘടന രൂപീകരിക്കുകയും നാട്ടിലൊരു സ്ഥാപനം ഉണ്ടാക്കുകയും ചെയ്തു. ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾക്ക്, അന്തേവാസികൾക്ക് ഒരു പുനരധിവാസം. ഇന്ന് 3 കുട്ടികൾ തുടങ്ങി ആ സ്ഥാപനം 25ഓളം കുട്ടികളായി സന്തോഷമായി മുന്നോട്ട് പോകുന്നു. അത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിന്റെ വഴി യാത്രയിലുടനീളം കുറെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. സമ്മതപത്രം, അതേപോലെ അധികാരപത്രം, കുറെ പേർ അതിനു വേണ്ടിയിട്ടുള്ള ഒബ്ജക്ഷൻ തന്നു. പക്ഷെ ഇതെല്ലാം ഞങ്ങൾ മറികടന്ന് പ്രവാസികളായി ഞങ്ങൾ 5-6 പേർ ഇതിനു വേണ്ടി മാത്രം പ്രയത്നിച്ചുകൊണ്ട് ഇന്ന് വളരെയധികം ദിവ്യമായ ഒരു സ്ഥാപനമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിൽ നൽകാത്തതൊക്കെയും ജീവിതത്തോട് ഞാൻ ജീവിച്ചു തന്നെ വാങ്ങിച്ചിടുമെന്ന് ചങ്ങമ്പുഴ നാടകീയകാവ്യ രമണയിൽ പറഞ്ഞതുപോലെ ജീവിതത്തിൽ നമുക്ക് പ്രതിബന്ധമായതൊക്കെ തട്ടിമാറ്റി അവ അവസരങ്ങളാക്കുവാനുള്ള ശ്രമവും ബുദ്ധിയും ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരവസ്ഥയിലേക്കും നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വിശ്വദർശനമുള്ള ഒരു വിഷയമാണ്. എല്ലാവരും ഇതിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്തുക. വിജയാശംസകൾ. തിരിച്ച് മത്സരാധ്യക്ഷനിലേക്ക്. നന്ദി ഷാനിദ് ടി. വിധികർത്താക്കൾക്ക് അവരുടെ മാർക്ക് രേഖപ്പെടുത്തുന്നതിനായി 1 മിനിറ്റ് ഇടവേള നൽകുന്നു.
രണ്ടാമത്തെ മത്സരെ നമുക്ക് സ്വാഗതം ചെയ്യാം. രണ്ടാമത്തെ മത്സരി റഹീം റഹ്മാൻ. റഹീം റഹ്മാൻ, നിങ്ങളുടെ ദൃശ്യശ്രവ്യ മാധ്യമ പരിശോധനയ്ക്കായി ഞാൻ പറയുന്നത് ആവർത്തിക്കുക. ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. ഞാൻ ഇന്ന് വളരെ സന്തോഷമാണ്. നന്ദി. എനിക്ക് നിങ്ങളെ കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമയനിരീക്ഷയായി കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, ഓക്കെ, കാണുന്നുണ്ട്. കാണാമല്ലോ. എന്റെ സ്പീക്കിംഗ് പൊസിഷൻ ഓക്കെ അല്ല? മുഖ്യവിധി കർത്താവ്, നമ്മൾക്ക് തുടരാമല്ലോ. തരാം. നിങ്ങളുടെ സ്പീക്കിംഗ് പൊസിഷൻ ഓക്കെയാണ്. റഹീം റഹ്മാൻ, വിഷയം: നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. റഹീം റഹ്മാൻ, താങ്കളിലേക്ക്. എല്ലാവർക്കും ശുഭസായാഹ്നം. ഞാനൊരു യാത്രയിൽ ആയിരുന്നു 2 കൊല്ലം മുമ്പ്. സ്പെയിനിൽ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. മാഡ്രിഡിലായിരുന്നു എൻ്റെ ജോലി. അവിടെ നിന്ന് അങ്ങ് ആൻഡലൂസിലേക്ക് ഒരു യാത്ര പോകാൻ ഞാൻ തീരുമാനിച്ചു. അപ്പൊ ട്രെയിനിലാണ് യാത്ര. നല്ല ദൂരമുണ്ട്, ഒരു 6-7 മണിക്കൂർ ട്രെയിനിൽ പോകണം. അപ്പൊ ഞാൻ ഒരു പുസ്തകം, സാധാരണ ഏതെങ്കിലും ഒരു പുസ്തകം എയർപോർട്ടിൽ നിന്ന് മേടിച്ചിട്ട് ബാഗിൽ വെക്കാറുണ്ട്. പിന്നെ അത് ആവശ്യത്തിന് 1-2 പേജുകൾ വായിക്കും. പിന്നെ അതിലേക്ക് തിരിച്ചുപോക്ക് വളരെ കുറവാണ്, സമയപരിമിതി കാരണം. യാദൃശ്യമായി കിട്ടിയത് ആൽക്കമിസ്റ്റ് എന്ന പൗലോ കൊയ്ലോയുടെ ആ ബുക്കാണ്. ആൻഡലൂസിലേക്കാണ് യാത്ര. നിങ്ങളൊരു നല്ലൊരു ശതമാനം ആളുകളും സാന്റിയാഗോ എന്ന ആ ആട്ടിടയ ബാലനെ അറിഞ്ഞിട്ടുണ്ടാവും. സ്പെയിനിലെ ആ മലനിരകളിൽ ആടുമേച്ച് നടന്ന അവന് ഒരു സ്വപ്നം വരികയും അങ്ങനെ അങ്ങ് പിരമിഡുകളുടെ അപ്പുറത്തുള്ള ആ നിധി കണ്ടെത്താൻ വേണ്ടി അവൻ പുറപ്പെടുന്ന തീവ്രമായ ജീവിതാനുഭവങ്ങളുടെ ആ വലിയ യാത്ര. ഒടുവിൽ അയാള് അവിടെ എത്തുന്നുണ്ട്. ആ എത്തുന്നതിനിടയിൽ വളരെ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ പുസ്തകം വായിച്ചവർക്കറിയാം, മരുഭൂമിയുടെ ഗഹനമായ ദുരൂഹമായ ഒരു കുടിലയായ ഒരു മന്ത്രവാദിനി, ദുർമന്ത്രവാദിനിയെ പോലെ അയാളെ പരീക്ഷിക്കുന്നു. പക്ഷെ ആ നിധി കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നുള്ള തീവ്രമായ അനുഭവത്തിലൂടെ അയാൾ അവിടെ എത്തുന്നു. ഒടുവിൽ നിധി കണ്ടെത്തിയോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഉത്കടമായ ആഗ്രഹമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യാൻ പറ്റും. നമുക്ക് വരുന്ന ഏത് ആക്രമണങ്ങളെയും, ഏത് പ്രതിസന്ധികളെയും, ഏത് ദുർഘടമായ വഴികളെയും തരണം ചെയ്യാൻ ഉൾക്കരുത്ത്, വ്യക്തമായ തീരുമാനം, വിധി നിങ്ങളോടൊപ്പമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യധാരത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടാവും. അപ്പോ ഒരു കാര്യം അസാധ്യമല്ല. ഒത്താൽ അത് ഒത്തത് തന്നെ, ഒക്കാതെ എന്തുണ്ട്? താങ്ക് യു. ഓവർ ടു യു. നന്ദി റഹീം റഹ്മാൻ. വിധികർത്താക്കൾക്കായി മാർക്കിടുന്നതിനായി 1 മിനിറ്റ് സമയം.
മൂന്നാമത്തെ മത്സരിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. മൂന്നാമത്തെ മത്സരി ആശിഷ് തോമസ്. ആശിഷ് തോമസ്, നിങ്ങളുടെ ദൃശ്യശ്രവ്യ മാധ്യമ പരിശോധനയ്ക്കായി ഞാനും പറയുന്നത് ആവർത്തിക്കുക. ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. മ്യൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. നന്ദി. എനിക്ക് നിങ്ങളെ കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമയനിരീക്ഷകയെ കാണാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, കാണാം. ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും. ടൈമർ 1, ടൈമർ 2. ഓക്കെ. മുഖ്യപതി കർത്താവ്, നമുക്ക് തുടരാമല്ലോ. തരാം. ആശിഷ് തോമസ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. ആശിഷ് തോമസ്. നമസ്കാരം പ്രിയ ടോസ്റ്റ് മാസ്റ്റർ സുഹൃത്തുക്കളെ. വളരെ മനോഹരമായ ഒരു വിഷയമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വാക്കെന്ന് പറയുന്നത് ഒരു വിഷയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾ എത്ര തീവ്രമാണ്, അത്രയും തീവ്രമാണോ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്ന പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന നോവലിലെ വാക്യത്തിന്റെ മറ്റൊരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എൻ്റെ ജീവിതം എന്ന് പറയുന്നതും എനിക്കൊരിക്കലും ഒരു എളുപ്പമുള്ളതായിരുന്നില്ല. ഓരോ തവണയും ഓരോ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും പക്ഷേ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഓരോ പ്രയാസങ്ങളെയും നമ്മൾ ഒരു അവസരമായിട്ട് കാണണമെന്നുള്ളത്. ഈ അവസരങ്ങളായിട്ട് കാണുമ്പോഴേക്കും ഇതിലെ വേദനകളെല്ലാം മാറും. ഞാൻ കടന്നു വരുന്നത് പത്തനംതിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ പോകുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകർ പോകുന്ന കല്ലും മുള്ളും കാലിക്കും എത്തൈ എന്ന് പറഞ്ഞുള്ള അവർ പോകുന്ന ആ ഒരു പോക്ക് കേൾക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകാൻ പറ്റും നമ്മളുടെ ആഗ്രഹം എത്ര തീവ്രമാണോ, നമ്മളുടെ മനസ്സിലെ ഓരോ വിഷയം എത്ര തീവ്രമാണോ അതിനനുസരിച്ച് നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ നമുക്ക് ഒരു റോസ പനിനീർ പൂവിന്റെ മെത്ത പോലെ തന്നെ നമുക്ക് തോന്നുകയും ചെയ്യുന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതിനു വേണ്ടി എല്ലാവർക്കും നമുക്ക് ശ്രമിക്കാം. എത്ര തീവ്രമായ ആഗ്രഹം നിങ്ങൾക്കുണ്ടോ ആ തീവ്രമായ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ വളരെയേറെ പരിശ്രമിച്ച് നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകുമ്പോഴേക്കും ഈ ലോകത്തിന് വേണ്ടി ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിന് മാറ്റം കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. നന്ദി. നന്ദി ആശിഷ് തോമസ്. വിധികർത്താക്കൾക്ക് മാർക്ക് ഇടുന്നതിനായി 1 മിനിറ്റ് സമയം. നാലാമത്തെ മത്സരിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. നാലാമത്തെ മത്സരി അജോയ് ജേക്കബ് ജോർജ്. അജോയ് ജേക്കബ് ജോർജ്, നിങ്ങളുടെ ദൃശ്യശ്രവ്യ മാധ്യമ പരിശോധനയ്ക്കായി ഞാൻ പറയുന്നത് ആവർത്തിക്കുക. ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. കുറച്ചുകൂടി ഉച്ചത്തിൽ സംസാരിക്കാൻ ശ്രമിക്കാമോ? ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. എനിക്ക് നിങ്ങളെ കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമയനിരീക്ഷകരെ കാണാൻ സാധിക്കുന്നുണ്ടോ? കാണാൻ സാധിക്കുന്നുണ്ട്. മുഖ്യവിധി കർത്താവ്, നമുക്ക് തുടരാമല്ലോ. ശബ്ദം കുറച്ചുകൂടി ഉച്ചത്തിലാക്കിയാൽ നന്നായിരുന്നു.
ഇപ്പം കേൾക്കാമോ? ശബ്ദം ശബ്ദം കുറവാണ്. കിട്ടാൻ പറ്റില്ലേ? കൂട്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ മുമ്പ് പരിശോധിച്ചപ്പോഴും ഇതേ സൗണ്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് തുടരാം. ഓക്കെ. അജോയ് ജേക്കബ് ജോർജ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. അജോയ് ജേക്കബ് ജോർജ്, താങ്കളിലേക്ക്. ഏവർക്കും സായാഹ്ന വന്ദനം. വളരെ മികച്ച ഒരു വിഷയം എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും നിർണായകമായിട്ട് ഞാനും നിങ്ങളും കരുതേണ്ട ഒരു ആപ്തവാക്യമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ തീവ്രമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രതിബന്ധങ്ങൾ നമുക്ക് അവസരങ്ങളായിട്ട് മാറും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഞാനൊരു കഥ ഓർത്തു പോകണം. കഥയല്ല, സംഭവം തന്നെയാണ്. ഒരു 15 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ, വേറൊരു രാജ്യത്ത് ക്രിക്കറ്റ് മത്സരത്തിന് പോയപ്പോൾ ഒന്നാമത്തെ ബോൾ തന്നെ തൻ്റെ മൂക്കിലിടിച്ച് ചോര വാർന്നൊഴുകി നിൽക്കുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ഇന്ന് റിട്ടയർമെൻറ്റ് ജീവിതം നയിക്കുന്ന സച്ചിൻ തെണ്ടുൽക്കറായിരുന്നു. ആദ്യത്തെ ബോളിൽ സ്വന്തം മൂക്കിൽ കൂടെ ചോര ഒലിച്ച് നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ, അല്ലെ കൊച്ചു കുട്ടിയെ എന്ന് കരുതാവുന്ന ആ മകനെ അവൻ്റെ കുടുംബക്കാരും അവൻ്റെ സുഹൃത്തുക്കളും എല്ലാം അവനെ ക്രിക്കറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അത് ഒരു വെല്ലുവിളിയായിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആ ചെറുപ്പക്കാരൻ തീരുമാനിച്ചത്. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണെങ്കിൽ പോലും എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പല പ്രതിബന്ധങ്ങളും പല വെല്ലുവിളികളും പല വേദനകളും നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ വെല്ലുവിളികൾ വരുന്നത് അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ വരുന്നത് നമുക്ക് കൂടുതൽ അവസരവും കൂടുതൽ മെച്ചപ്പെടാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് കരുതേണ്ടതാണെന്ന് ഞാൻ നിങ്ങളും പഠിക്കുകയും നമ്മുടെ പിൻതലമുറയെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ജീവിത വിജയം നമ്മുടെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ പോലും തടസ്സങ്ങളുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ വിജയ സോപാനത്തിലെത്താൻ എനിക്ക് നിങ്ങൾക്കും ഇത് സഹായകമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ തലമുറയെ പഠിപ്പിക്കാം. ഇന്നത്തെ പല വെല്ലുവിളികൾ, നമ്മുടെ ശാരീരിക മാനസിക ആത്മീയമായിട്ടുള്ള പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന നമ്മുടെ തലമുറയെ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ സമൂഹത്തിന് അല്ലെ നാളത്തെ സമൂഹത്തിന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു സംഭാവനയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. നന്ദി. നന്ദി അജോയ് ജേക്കബ് ജോർജ്. വിധികർത്താക്കൾക്ക് മാർക്കിടുന്നതിനായി 1 മിനിറ്റ് സമയം. അഞ്ചാമത്തെ മത്സരിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. അഞ്ചാമത്തെ മത്സരി ജോയ് ഫ്രാൻസിസ്. ജോയ് ഫ്രാൻസിസ്, നിങ്ങളുടെ ദൃശ്യശ്രവ്യ മാധ്യമ പരിശോധനയ്ക്കായി ഞാൻ പറയുന്നത് ആവർത്തിക്കുക. ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. ഇത് ഫുള്ളായിട്ട് കാണുന്നില്ല. അത് കുഴപ്പമില്ലല്ലോ. സൂം മോഡറേറ്റർ. കുഴപ്പമില്ല. താങ്കള് സ്പീക്കർ വ്യൂവിൽ ഇട്ടിരിക്കുകയാണ്, താങ്കൾക്ക് കാണാം. കുഴപ്പമില്ല, തുടരാം. ഞാൻ പറയുന്നത് തിരിച്ചു പറയാമോ? ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. നന്ദി. എനിക്ക് നിങ്ങളെ കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നുണ്ട്.
സമയ നിരീക്ഷകരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട്. മുഖ്യവിധി കർത്താവ്, നമുക്ക് തുടരാമല്ലോ. തുടരാം. ജോയ് ഫ്രാൻസിസ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. ജോയ് ഫ്രാൻസിസ്. ആൽക്കമിസ്റ്റ് എഴുതിയ പൗലോ കൊയ്ലോ വളരെ മഹാവചനം ലോകത്തിന് സമ്മാനിച്ചു. നമ്മളുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ, നമ്മൾക്കൊരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ, ലോകം മുഴുവനും ആ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ ഉണ്ടാവും. പ്രിയപ്പെട്ട ടോസ്റ്റ് മാസ്റ്റർമാരെ, അതിഥികളെ, നിങ്ങൾക്ക് എന്റെ സായാഹ്ന വന്ദനം. ഞാൻ ഈ ഒരു വിഷയം എന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന എന്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉപരിപഠനത്തിന് പോകണമെങ്കിൽ 7.75 എനിക്ക് വേണ്ട ശരാശരി മാർക്ക്. അത് എനിക്ക് കിട്ടാൻ ഒരു സാധ്യതയുമില്ലായിരുന്നു. പക്ഷേ ഞാൻ അത് ഒരു ഡയറിയിൽ എഴുതി വെച്ച് അതിനുവേണ്ടി തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ച് ഞാൻ തീക്ഷ്ണമായിട്ട് പഠിച്ചു. അതിന്റെ ഫലമായിട്ട് തുടർച്ചയായിട്ട് എനിക്ക് ഔന്നത്യം ഉണ്ടാകുകയും പിന്നീട് കൃത്യം 7.75 ശരാശരി മാർക്ക് എനിക്ക് 5 വർഷത്തെ കോഴ്സിൽ കിട്ടുകയും ചെയ്തു. നമ്മൾക്ക് മനസ്സിൽ തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ ലോകം മുഴുവനും നമ്മുടെ കൂടെ നിൽക്കും. നമ്മുടെ പ്രതിബന്ധങ്ങളെല്ലാം നന്മയ്ക്കായിട്ട് മാറും. ആ നന്മയിലൂടെ, നമ്മുടെ ആ തീക്ഷ്ണതയിലൂടെ എല്ലാ പ്രതിബന്ധങ്ങളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. ലോകത്ത് എഡിസൺ ഉൾപ്പെടെയുള്ള എല്ലാ ശാസ്ത്രജ്ഞരെയും നോക്കിയാലും, ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ലോകത്തുണ്ടാക്കിയവരെ നോക്കിക്കഴിഞ്ഞാലും, അവരെല്ലാം തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചതിന് വേണ്ടി ത്യാഗം ചെയ്യാനും അതിനുവേണ്ടി സമയം ചെലവഴിക്കാനും അതിൽ മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനും എല്ലാ വിധത്തിലുള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി നേടിയവരാണ്. ആ ആളുകളെ നമുക്ക് മാതൃകയാക്കാം. നമ്മുടെ മുമ്പിൽ നമുക്ക് ഒത്തിരി മാതൃകകൾ ഇതുപോലെയുണ്ട്. അവരെല്ലാം നമുക്ക് പ്രചോദനമാകട്ടെ. നന്ദി, നമസ്കാരം. തിരികെ അവതാരകനിലേക്ക്. നന്ദി ജോയ് ഫ്രാൻസിസ്. വിധികർത്താക്കൾക്കായി 1 മിനിറ്റ് സമയം. ആറാമത്തെ മത്സരി നമുക്ക് സ്വാഗതം ചെയ്യാം. ആറാമത്തെ മത്സരി ഗായത്രി വിജേഷ്. ഗായത്രി വിജേഷ്, നിങ്ങളുടെ ദൃശ്യശ്രവ്യ മാധ്യമ പരിശോധനയ്ക്കായി ഞാൻ പറയുന്നത് ആവർത്തിക്കുക. ഞാൻ ഇന്ന് വളരെ സന്തോഷവതിയാണ്. നന്ദി. എനിക്ക് നിങ്ങളെ കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നുണ്ട്. സമയ നിരീക്ഷകരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? കാണാം. മുഖ്യവിധി കർത്താവ്, തുടരാമല്ലോ. ഗായത്രി വിജേഷ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. ഗായത്രി വിജേഷ്, താങ്കളിലേക്ക്. ബഹുമാനപ്പെട്ട മത്സരാധ്യക്ഷൻ, വിധികർത്താക്കളെ, സുഹൃത്തുക്കളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങളുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ
അത് സാധിക്കാൻ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന പൗലോ കൊയ്ലോയുടെ വാചകമാണ് ഈ വിഷയം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. നമ്മുടെ ആഗ്രഹങ്ങൾ എത്രയോ തീവ്രമായിക്കോട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്നത് ചെറുതോ വലുതോ, പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണെങ്കിൽ അതെന്തായാലും കൈപ്പടിയിൽ ഒതുങ്ങി നിൽക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാൻ. ഒരു സാധാരണ പഞ്ചായത്ത് സ്കൂളിൽ പഠിച്ച് വെറും ഒരു മലയാളം മീഡിയത്തിൽ മാത്രം പഠിച്ച് ഞാൻ അതിനുശേഷം സഞ്ചരിക്കാത്ത നാടുകളില്ല, പറയാത്ത ഭാഷകളില്ല. കാരണം എൻ്റെ മനസ്സിൽ എപ്പോഴും എനിക്ക് എന്നെ തന്നെ മികച്ചതാക്കണം എന്ന ആഗ്രഹമായിരുന്നു. ഞാൻ ഖത്തറിൽ വന്ന സമയത്ത് വെറും ഒരു സാധാ നേഴ്സായിട്ടാണ് വന്നത്. അന്നു മുതൽ എൻ്റെ ആഗ്രഹം ഒരു സ്ഥാപനത്തിലെ ഏറ്റവും വലിയ മേധാവി ആവണം എന്നുള്ളതായിരുന്നു. ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ എൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ചിരിക്കുമായിരുന്നു. എല്ലാവരും പറയുന്ന കാര്യം, നീ വളരെ ചെറുപ്പമാണ്, നിനക്ക് ആംഗലേയ ഭാഷ നന്നായിട്ട് അറിയില്ല, പിന്നെ എങ്ങനെയാണ് നീ ഒരു സ്ഥാപനത്തിന്റെ മേധാവിയാകുന്നത്? ആഗ്രഹങ്ങൾ നമ്മൾ ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ല, അതിനുവേണ്ടി നമ്മൾ തീവ്രമായും പരിശ്രമിക്കണം. അല്ലാണ്ട് പണ്ട് പറയുന്ന പോലെ കുന്നോളം ആഗ്രഹിച്ചാലേ മലയോളം ആഗ്രഹിച്ചാലേ കുന്നോളം കിട്ടൂ എന്ന് പറയുന്ന പോലെ ആഗ്രഹിക്കുന്ന ഒപ്പം പരിശ്രമിക്കുക. കഠിനമായി പരിശ്രമിച്ചാൽ നമുക്ക് ഉറപ്പമായിട്ടും നമ്മൾക്ക് പ്രകൃതി തന്നെ നമ്മൾക്ക് ആ ഒരു ലക്ഷ്യസ്ഥാനത്തിലെത്താൻ സഹായിക്കും. ഞാൻ ഇന്ന് ഇവിടത്തെ ഏറ്റവും വലിയ കുട്ടികളുടെ ഹോസ്പിറ്റലായ ഒരു സുദ്ര മെഡിസിന്റെ മാനേജറായി നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, അത്രയും ഒരു കുഗ്രാമത്തിൽ വന്ന് ഒരു പഞ്ചായത്ത് സ്കൂളിൽ പഠിച്ച ഞാൻ 83 രാജ്യക്കാരെ പിന്തള്ളി മേധാവിയായിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം തന്നെയാണ് അതിന് ഏറ്റവും ഉദാഹരണം. തിരികെ മത്സരാധ്യക്ഷനിലോട്ട്. നന്ദി. വിധികർത്താക്കൾക്ക് മാർക്കിടുന്നതിനായി 1 മിനിറ്റ് സമയം. ഏഴാമത്തെ മത്സരിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഏഴാമത്തെ മത്സരി സരൂപ മോഹൻ. സരൂപ മോഹൻ, നിങ്ങളുടെ ദൃശ്യശ്രവ്യ മാധ്യമ പരിശോധനയ്ക്കായി ഞാൻ പറയുന്നത് ആവർത്തിക്കുക. ഞാൻ ഇന്ന് വളരെ സന്തോഷവതിയാണ്. നന്ദി. എനിക്ക് നിങ്ങളെ കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നുണ്ട്. സമയ നിരീക്ഷകരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ കേൾക്കാമോ? ഇല്ല, കുറച്ചും കൂടെ വോയിസ് ഭയങ്കര കുറവായിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് സമയ നിരീക്ഷകയെ കാണാൻ ഒന്നുകൂടെ സാധിക്കുന്നുണ്ടോ? പറയുമോ? ഞാൻ ഇന്ന് വളരെ സന്തോഷവതിയാണ്. ഇല്ല, ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ല. മോഡറേറ്റർ, ടാബില് വോള്യൂം ഒന്ന് കൂട്ടുവോ? ടാബിലത്തെ വോള്യൂം ഒന്ന് ഹൈ ആക്കി വെക്കോ? ഇപ്പൊ ബെറ്ററായി. താങ്കൾക്ക് സമയ നിരീക്ഷകയെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ടൈമർ 1 ടൈമർ 2 എന്ന് ഏറ്റവും മുകളില് ലെഫ്റ്റ് സൈഡില് ഉണ്ടാവും. കാണാം. ഓക്കെ, മുഖ്യവിധികർത്താവ് തുടരാമല്ലോ. ഒരു മിനിറ്റ്, നമുക്ക് കുട്ടിയെ അവിടെ നിന്ന് ഒന്ന് മാറ്റണം. കുട്ടി ശബ്ദിക്കാൻ പാടില്ല, കാരണം കുട്ടിയുടെ ശബ്ദം ഇതിനിടയ്ക്ക് ഒരു അരോചകമായി വന്നേക്കാം.
പൊന്നു ഒന്ന് മാറുമോ? ക്ഷമിക്കണം, ഇവിടെ മോനെ ഒന്ന് അവിടെ പോയില്ലേ, ഇവിടെ ആരും ഇല്ല, അതുകൊണ്ടാണ്. സ്വരൂപ മോഹൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. സ്വരൂപ മോഹൻ, താങ്കളിലേക്ക്. നന്ദി മത്സര അവതാരകൻ. ആദ്യം തന്നെ ഭാവനീയം സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട എല്ലാവരെയും സ്മരിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വിഷയം വളരെ ഒരു എന്താണ് പറയുന്നത്, പ്രാധാന്യം അർഹിക്കുന്ന, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് പലരും പറയുന്നത്, അല്ലെ എൻ്റെ ഈ ഒരു പ്രായത്തിൽ പലരും പറയാറുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും സാധിച്ചില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടി പല പല കാരണങ്ങൾ കണ്ടെത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, എൻ്റെ സാഹചര്യങ്ങൾ എന്നെ അനുവദിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായി, അതൊന്നും തരണം ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇന്ന് നമ്മൾ കാണുന്ന പല ആളുകളും, അതായത് അവരുടെ എല്ലാം ആഗ്രഹങ്ങൾ സാധിച്ചു, അല്ലെങ്കിൽ അവരുടെയൊക്കെ എവിടെ എത്തണമെന്ന് ആഗ്രഹിച്ചു എത്തിയവരൊന്നും പ്രതിബന്ധങ്ങൾ ഇല്ലാത്തവരല്ലായിരുന്നു എന്ന് മാത്രമല്ല, സാധാരണ ആളുകളെക്കാൾ കൂടുതൽ പ്രതിബന്ധങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നവരും അതെല്ലാം കടന്ന് അതിനെ എല്ലാം വളരെ കൃത്യതയോടുകൂടി, വളരെ ചങ്കുറപ്പുള്ള മനസ്സോടുകൂടി അതിനെയെല്ലാം അതിജീവിക്കാൻ സാധിച്ചവരാണ് നല്ല പങ്ക് ആളുകളും ജീവിത വിജയം അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം കൈവരിച്ച നല്ല ആളുകളും എന്ന് എനിക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഞാൻ എനിക്ക് മനസ്സിലായ ഒരു വലിയൊരു കാര്യം, നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ ശക്തി. നമ്മൾക്കുണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ നമ്മളെ കൂടുതൽ ശക്തരാക്കാൻ വേണ്ടി നമ്മൾക്ക് വിധിയോ അല്ലെങ്കിൽ ഈശ്വരനോ നൽകുന്ന ഒരു അതിനെന്താണ് ആ ഒരു വാക്ക് എന്താണെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റുന്നില്ല. പക്ഷെ ആ പ്രതിബന്ധങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ശക്തരാകുന്നത്. ആ ശക്തിയിലൂടെയാണ്, ആ പ്രതിബന്ധങ്ങൾ തരണം ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ കൃത്യമായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്, അതിലേക്ക് എത്തുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നന്ദി. തിരികെ മുഖ്യാവതാരകനിലേക്ക്. നന്ദി. വിധികർത്താക്കൾക്ക് മാർക്കിടുന്നതിനായി 1 മിനിറ്റ് സമയം. എട്ടാമത്തെ മത്സരിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. എട്ടാമത്തെ മത്സരി ജിജോ കടന്തോട്ട്. ജിജോ കടന്തോട്ട്, നിങ്ങളുടെ ദൃശ്യശ്രവ്യ മാധ്യമ പരിശോധനയ്ക്കായി ഞാൻ പറയുന്നത് ആവർത്തിക്കുക. ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. എനിക്ക് നിങ്ങളെ കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നുണ്ട്. സമയ നിരീക്ഷകരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? കാണുവാൻ സാധിക്കുന്നുണ്ട്. മുഖ്യവിധികർത്താവ് തുടരാമല്ലോ? തുടരാം. ജിജോ കടന്തോട്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. ജിജോ കടന്തോട്ട്, താങ്കളിലേക്ക്. അവതാരകൻ
വിധികർത്താക്കളെ, മറ്റ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആഗ്രഹങ്ങൾ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ളതാണെങ്കിൽ അത് തീർച്ചയായും അത് ഒരു പ്രതിബന്ധവും നമ്മൾക്കൊരു പ്രതിബന്ധമാവുകയില്ല എന്നുള്ളത് ഒരു പ്രപഞ്ച സത്യം തന്നെയാണ്. അതിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും അതിൽ ഒരിക്കലും ഒരു വീഴ്ച ഉണ്ടാവാൻ പാടില്ല. കുട്ടികളെ അങ്ങനെ പരിശീലിപ്പിക്കണം. നമുക്കതിനുള്ള ഒരു പരിശീലനം ഉണ്ടായിരിക്കണം. ഏത് പ്രശ്നം വന്നാലും ഏത് പ്രതിസന്ധിയിലും അത് തരണം ചെയ്യാനുള്ള ഒരു വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഒരു കഥ ഓർക്കുകയാണ്. ഞാൻ മദ്രാസിൽ നിന്നും ജോലി അന്വേഷിച്ച് ബോംബെയിൽ ചെന്ന സമയത്ത് എന്നെ ഒരു ഇന്റർവ്യൂവിന് ഒരു സ്ഥലത്ത് വിളിച്ചത് ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയിലാണ്. അതിനു മുൻപ് ഒരിക്കലും ഒരു എക്സ്പീരിയൻസ്, അതിനകത്തൊരു അനുഭവജ്ഞാനമില്ലാത്ത ഒരു വ്യക്തിയെ അവിടെ അവരെടുക്കുന്നതല്ല. എന്നെ ഒരുപാട് പേരുടെ കൂടെ ഒരു ബ്രാഞ്ച് മാനേജറായിട്ട് അവിടെ വിളിച്ചപ്പോൾ ഇന്റർവ്യൂവിന്റെ സമയത്ത്, കൂടിക്കാഴ്ചയുടെ സമയത്ത് ഞാൻ അവരോട് ഒരു കാര്യം പറഞ്ഞു. എന്നെ എടുത്തിട്ട് ഈ കമ്പനി 3 മാസത്തിനുള്ളിൽ ലാഭത്തിലാക്കുന്നില്ല എങ്കിൽ ഒരു ചോദ്യം പോലും ചോദിക്കാതെ എന്നെ പറഞ്ഞു വിട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. ഞാൻ ആ പറഞ്ഞ ഒരൊറ്റ വാക്യം മാത്രമായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത ഒരു കാര്യം. എനിക്കന്ന് ആ ജോലി കിട്ടി. പറയട്ടെ, 2 മാസം കൊണ്ട് എൻ്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് ആ ഒരു കമ്പനി അവിടെ അതൊരു ലാഭത്തിലാവുകയും ഞാൻ അവിടെ സ്ഥിരമാവുകയും ചെയ്തു. നമുക്കൊരു സ്ഥിരോത്സാഹത്തോടു കൂടി നിശ്ചയദാർഢ്യത്തോടു കൂടി ചെയ്യുവാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സുനിശ്ചിതമായിരിക്കും നമ്മളുടെ വിജയം. ഇത് നമുക്കറിയാം. നമുക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം, നമുക്ക് ചുറ്റുമുള്ളവരെ പഠിപ്പിക്കണം. ഇതുപോലെയുള്ള ഇതുപോലുള്ള അനുഭവങ്ങൾ ഒരുപാട് നിങ്ങൾ എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള കഥകൾ പറയുവാനുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ ഈ കഥകൾ എപ്പോഴും നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ ഊർജമുണ്ടാക്കി ഇങ്ങനെ ലക്ഷ്യം പ്രാപിക്കണം. അവതാരത്തിലേക്ക് നന്ദി. വിധികർത്താക്കൾക്ക് മാർക്കിടുന്നതിനായി 1 മിനിറ്റ് സമയം. നമ്മുടെ അവസാന മത്സരി നമുക്ക് സ്വാഗതം ചെയ്യാം. 9ാമത്തെ മത്സരി സ്വപ്ന ഡേവിഡ്. സ്വപ്ന ഡേവിഡ്, നിങ്ങളുടെ ദൃശ്യശ്രവ്യ മാധ്യമ പരിശോധനയ്ക്കായി ഞാൻ പറയുന്നത് ആവർത്തിക്കുക. ഞാൻ ഇന്ന് വളരെ സന്തോഷവതിയാണ്. നന്ദി. എനിക്ക് നിങ്ങളെ കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നുണ്ട്. സമയം നിരീക്ഷകരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? കാണാം. മുഖ്യ വിധികർത്താവ്, നമുക്ക് തുടരാമല്ലോ? തീർച്ചയായും തുടരാം. സ്വപ്ന ഡേവിഡ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. സ്വപ്ന ഡേവിഡ്, താങ്കളിലേക്ക്. വളരെ നന്ദി ഇത്രയും നല്ല മനോഹരമായ ഒരു വിഷയം ലഭിച്ചതിന്. പോളോ കൗലോ എഴുതിയ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ ഈ വരികൾ വായിച്ചതായി ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിതീവ്രമാണെങ്കിൽ തീർച്ചയായും ഒരു പ്രതിബന്ധവും നിങ്ങളുടെ മുമ്പിൽ കാണുകയില്ല. പ്രകൃതി പോലും നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് നിങ്ങളുടെ ഒപ്പം നിൽക്കും. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ല.
നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ തുടങ്ങി വലിയ വലിയ ആഗ്രഹങ്ങളുടെ ഒരു നിറഞ്ഞ ഒരു സാമ്രാജ്യമാണ് ഓരോ മനുഷ്യ മനസ്സും മനുഷ്യഹൃദയവും. എന്നാൽ നാം എത്രത്തോളം അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ചിലപ്പോൾ നമ്മൾ പരിശ്രമിച്ചാലും ലഭിച്ചില്ലെങ്കിൽ നാം അതിനെ വിധി എന്നോ അല്ലെങ്കിൽ കാലക്കേടെന്ന് നമ്മുടെ സാമാന്യ ഭാഷയിൽ പറഞ്ഞ് നാം തള്ളിക്കളയാറുണ്ട്. പക്ഷേ നാം അതിനുവേണ്ടി പരിശ്രമിച്ചോ എന്നതാണ് പ്രധാനം. പരിശ്രമിക്കുകയിൽ നമുക്ക് തീർച്ചയായും ആ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കും. അതിന് യാതൊരുവിധ പ്രതിബന്ധങ്ങളും ഉണ്ടാകില്ല. പ്രതിബന്ധങ്ങളുണ്ട്. നമ്മൾ ഏതൊരു ലക്ഷ്യത്തിലേക്ക് നാം കാലെടുത്ത് വെച്ചാലും തീർച്ചയായും പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം. കാരണം ലക്ഷ്യവും ആഗ്രഹവും നമ്മളുടേതാണല്ലോ. എന്നാൽ ആ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് നാം നമ്മളുടെ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അതുണ്ടാകുന്ന ആ ഒരു സന്തോഷം, ആ ഒരു നിർവൃതി എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞാലും മനസ്സിലാകുകയില്ല. നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും പ്രകൃതിയും ചുറ്റുമുള്ളത് സകല ശക്തികളും നമ്മുടെ ഒപ്പം തന്നെ നിൽക്കും. ഇത് നമ്മൾ പലരുടെയും ജീവിത അനുഭവങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ്. പല ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ തന്നെ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ അങ്ങനെ ഒരു മകുടോദാഹരണമാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആഗ്രഹിച്ചതാണ് ഒരു ടോസ് മാസ്റ്റർ വേദി ഒന്ന് കാണുവാൻ. എന്നാൽ ഇന്ന് ഈ രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഇങ്ങനെ ഒരു മത്സരത്തിൽ എനിക്ക് നിൽക്കാൻ സാധിച്ചെങ്കിൽ തീർച്ചയായും നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു പ്രതിബന്ധതയും നമുക്ക് ഉണ്ടാകുകയില്ല. തീർച്ചയായും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കും. ഇത്രയും അതിമനോഹരമായ ഒരു വിഷയം തന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഏവർക്കും ഒരു ശുഭസായാഹ്നം ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. നമസ്കാരം. നന്ദി. എല്ലാ മത്സരാർത്ഥികൾ മത്സരം പൂർത്തീകരിച്ചു. വിധികർത്താക്കൾക്ക് മാർക്കിടുന്നതിനായി 3 മിനിറ്റ്. ഈ സമയത്ത് പ്രശംസാപത്രം നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഈ സമയത്ത് നമുക്ക് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാം. മാസം മിഥുൻ, ഈ 3 മിനിറ്റ് സൈലന്റ് കഴിഞ്ഞിട്ട് മതി കേട്ടോ.